എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 263 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. 2 square pyramids have the same volume. The base edge of one is half that of the other. How many times is the height of the second pyramid is the height of the first? എന്താണ് ചോദ്യം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചോദ്യം 2-3 തവണ വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, തന്നിട്ടുള്ള കാര്യങ്ങൾ സ്റ്റെപ്പായിട്ട് എഴുതാം അല്ലേ. അപ്പൊ ഇതിലെന്താണ് ആദ്യം പറഞ്ഞത്? 2 സ്ക്വയർ പിരമിഡ്, 2 സ്ക്വയർ പിരമിഡ്, അതിന്റെ ഹാവ് ദി സെയിം വോളിയം, അതിന്റെ വോളിയങ്ങൾ സെയിം ആണ് അല്ലെ, വ്യാപ്തങ്ങൾ സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? വോളിയം ഓഫ് ഫസ്റ്റ് പിരമിഡ് അല്ലെ, വോളിയം ഓഫ് ഫസ്റ്റ് പിരമിഡ് ഈക്വൽ ടു വോളിയം ഓഫ് സെക്കൻഡ് പിരമിഡ് അല്ലെ, സെക്കൻഡ് പിരമിഡ്. ഓക്കെ. അപ്പൊ ആദ്യത്തെ പിരമിഡിന്റെ ബേസ് എഡ്ജിന്റെ പകുതിയാണ് രണ്ടാമത്തെ പിരമിഡിന്റെ ബേസ് എഡ്ജ് അല്ലെ. അപ്പൊ ഇത്രയാണ് പറഞ്ഞത്. അപ്പൊ അത് നമുക്ക് എഴുതി വെക്കാം. ബേസ് എഡ്ജ് പാദവക്ക് ഏതിന്റെ? ഫസ്റ്റ് പിരമിഡ് അല്ലെ, ഒന്നാമത്തെ പിരമിഡിന്റെ. ബേസ് എഡ്ജ് ഓഫ് ഫസ്റ്റ് പിരമിഡ് അല്ലെ, ആദ്യത്തെ പിരമിഡിന്റെ ബേസ് എഡ്ജ് നമുക്ക് എ ആണെന്ന് വിചാരിക്കുക. എ അങ്ങനെയാണെങ്കിൽ ബേസ് എഡ്ജ് സെക്കൻഡ് പിരമിഡിന്റെ അല്ലെ, സെക്കൻഡ് പിരമിഡിന്റെ ബേസ് എഡ്ജ് എത്രയായിരിക്കും? ബേസ് എഡ്ജ് ഓഫ് സെക്കൻഡ് പിരമിഡ് എത്രയായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കും അല്ലെ, അതായത് a/2. അപ്പൊ ഒന്നിന്റെ ആദ്യത്തേത് എ ആണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും സെക്കൻഡ് പിരമിഡിന്റെ അല്ലെ. അപ്പൊ നമുക്ക് സെക്കൻഡ് പിരമിഡിന്റെ ബേസ് എഡ്ജ് a/2. ഇനി ചോദിച്ചിട്ടുള്ള എന്താണ്? ഹൗ മെനി ടൈംസ് ഈ ദി ഹൈറ്റ് ഓഫ് ദി സെക്കൻഡ് പിരമിഡ് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ഫസ്റ്റ് പിരമിഡ് അല്ലെ. അതായത് ഒന്നാമത്തെ സ്തൂപികയുടെ ഹൈറ്റിന്റെ എത്ര മടങ്ങാണ് രണ്ടാമത്തെ സ്തൂപികയുടെ ഉയരം. അപ്പൊ നമുക്കറിയാം രണ്ടിന്റെയും ഹൈറ്റുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. വോളിയം സെയിം ആണ്, പക്ഷേ ഇവിടെ നോക്കിയാൽ ഇതിന്റെ പാദവക്കുകൾ വ്യത്യാസമുണ്ട് അല്ലെ, അതുകൊണ്ട് ഹൈറ്റുകളും വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ പിരമിഡിന്റെ ഹൈറ്റ് h1 ആണെന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഹൈറ്റ് ഓഫ് ഫസ്റ്റ് പിരമിഡ് അല്ലെ, ഹൈറ്റ് ഇതിന്റെ ഫസ്റ്റ് പിരമിഡിന്റെ നമുക്ക് h1 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് സെക്കൻഡ് പിരമിഡ് എന്തെന്ന് കൊടുക്കാം? h2 എന്ന് കൊടുക്കാം അല്ലെ. രണ്ടിന്റെ ഹൈറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, രണ്ടിന്റെയും എ കിട്ടി, അതുപോലെ തന്നെ എച്ചും കിട്ടി അല്ലെ. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ വോളിയം ഓഫ് ഫസ്റ്റ് പിരമിഡ് അല്ലെ. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ഫസ്റ്റ് പിരമിഡ് എന്തായിരിക്കും? നമുക്ക് ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ 1/3 അല്ലെ. വോളിയം ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു a സ്ക്വയർ h അല്ലെ. ഇതാണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇനി നമുക്ക് വോളിയം ഓഫ് ഫസ്റ്റ് പിരമിഡിന്റെ വോളിയം എന്തായിരിക്കും? 1/3 അല്ലെ, a സ്ക്വയർ, a തന്നെ a സ്ക്വയർ ഇൻറ്റു h നമുക്ക് h1 എന്ന് കൊടുത്തു അല്ലെ, h1. ഇതാണ് ആദ്യത്തെ പിരമിഡിന്റെ വോളിയം. ഇനി രണ്ടാമത്തെ പിരമിഡിന്റെ വോളിയം എന്തായിരിക്കും? 1/3. ഇനി എ ഇതൊക്കെ സെക്കൻഡ് പിരമിഡിന്റെ എ അല്ലെ, ബേസ് എഡ്ജ് എത്ര? a/2 അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഇൻറ്റു a/2, a സ്ക്വയറിന് പകരം a/2 ഹോൾ സ്ക്വയർ. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ a സ്ക്വയറിന് പകരം a/2 ഹോൾ സ്ക്വയർ ഇൻറ്റു h1 അല്ലെ. h1 ആദ്യത്തേതായിരുന്നു, നമുക്ക് രണ്ടാമത്തതിന്റെ h2. അപ്പൊ നമുക്ക് രണ്ടിന്റെയും വോളിയം കിട്ടി അല്ലെ. 1/3 a സ്ക്വയർ h1 ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു a/2 ഹോൾ സ്ക്വയർ ഇൻറ്റു h2. ഇവിടെ നോക്കി 1/3 ഇതിലുണ്ട്, 1/3 ഇതിലുണ്ട്, രണ്ടിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും അല്ലെ. ഇനി ബാക്കി ഇവിടെ എന്ത് വരുന്നുണ്ട്? a സ്ക്വയർ h1, a സ്ക്വയർ ഇൻറ്റു h1 ഈസ് ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ അല്ലെ. അപ്പൊ ആദ്യം a സ്ക്വയർ ബൈ രണ്ടിന്റെ സ്ക്വയർ 4 അല്ലെ. ഇതിന്റെ ഹോൾ സ്ക്വയർ കണ്ടപ്പോൾ a സ്ക്വയർ ബൈ 4 ഇൻറ്റു h2. ഇവിടെ നോക്കിയാൽ a സ്ക്വയർ ഇതിലുണ്ട് അല്ലെ, a സ്ക്വയർ ഇതിലുണ്ട്, a സ്ക്വയർ ഇതിലുണ്ട്, രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇപ്പൊ എന്താ നമുക്ക് കിട്ടി? h1 അല്ലെ. h1 ഈസ് ഈക്വൽ ടു എന്ത് വന്നു? മുകളിൽ ഏതാ ഉള്ളത്? h2/4. h1 അല്ലെ, h1 ഈസ് ഈക്വൽ ടു h2/4. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പിരമിഡിന്റെ അല്ലെ ഹൈറ്റ് ഒന്നാമത്തെ പിരമിഡിന്റെ എത്ര ഇരട്ടിയാവുന്നതാണ് ചോദ്യം അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ h കിട്ടുമല്ലോ അല്ലെ, ക്രോസ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? h2 ഈസ് ഈക്വൽ ടു എന്ത് വരും? h1 ഇൻറ്റു 4, അതായത് h1 ഇൻറ്റു 4. അപ്പൊ രണ്ടാമത്തെ സ്തൂപിയുടെ ഹൈറ്റ് എന്തായിരിക്കും? ഒന്നാമത്തെ സ്തൂപിയുടെ ഹൈറ്റിന്റെ 4 ഇരട്ടിയായിരിക്കും, അല്ലെങ്കിൽ 4h1 എഴുതാം അല്ലെ. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് a എന്ന് കൊടുത്തു, അടുത്തതിന് a/2 അല്ലെ. ഇനി ഫസ്റ്റത്തെ പിരമിഡിന് h1 ആണെങ്കിൽ സെക്കൻഡ് പിരമിഡിന് h2 കൊടുത്തു. ഇനി രണ്ടിന്റെയും വോളിയങ്ങൾ ഈക്വൽ ആണ്, നമ്മൾ ഇക്വേഷൻ എഴുതി. അതിൽ നിന്ന് എന്ത് കിട്ടി? നമുക്ക്
H1 ഈസ് ഈക്വൽ ടു H2/4 എന്ന് കിട്ടി. അപ്പോൾ H2 ആണ് കണ്ടുപിടിക്കേണ്ടത്. H2 ഈസ് ഈക്വൽ ടു H1 × 4. മനസ്സിലായില്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. The base edges of two square pyramids are in the ratio 1:2 and their height in the ratio 1:3. അല്ലെ, നേരത്തെ ചെയ്ത അതേപോലെ തന്നെ റേഷ്യോയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? രണ്ട് സമചതുര സ്തൂപിക അതിന്റെ ബേസ് എഡ്ജ് പാദവക്കുകൾ എങ്ങനെയാണ് 1:2 എന്ന റേഷ്യോയിലാണ്. ഇനി അവയുടെ ഹൈറ്റുകൾ എങ്ങനെ അല്ലെ, ഹൈറ്റുകൾ ഏത് റേഷ്യോ ആണ്? 1:3 എന്ന റേഷ്യോയിലാണ് അല്ലെ. അതായത് പാദവക്കൾ 1:2 എന്ന റേഷ്യോയിലും അതുപോലെ തന്നെ ഹൈറ്റ് 1:3 എന്ന റേഷ്യോയിലും. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി വോളിയം ഓഫ് ദി ഫസ്റ്റ് ഈസ് അല്ലെ. അപ്പൊ ആദ്യത്തെ സ്തൂപികയുടെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് 180. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വോളിയം എത്ര അല്ലെ. ഇപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ സ്റ്റെപ്പായിട്ട് അങ്ങോട്ട് എഴുതി പോവാം. അപ്പൊ ആദ്യം നോക്കിയാൽ എന്താണ് പറ്റുള്ളത്? പാദവക്കുകൾ അല്ലെ, അത് പാദവക്കുകൾ ബേസ് എഡ്ജ് 1:2 എന്ന റേഷ്യോയിലാണ് അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് അത് എഴുതാം. ബേസ് എഡ്ജ് ഓഫ് ഫസ്റ്റ് പിരമിഡ്, ബേസ് എഡ്ജ് ഓഫ് ഫസ്റ്റ് പിരമിഡ്. അതായത് ആദ്യ സ്തൂപികയുടെ പാദവക്കിന്റെ നീളം നമുക്ക് എന്ത് കൊടുക്കാം? എ ആണെന്ന് കൊടുക്കാം. എ. അപ്പൊ ഇതിന്റെ റേഷ്യോ എങ്ങനെയാണ്? 1:2 ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഇരട്ടിയായിരിക്കും രണ്ടാമത്തതിന്റെ ബേസ് എഡ്ജ് അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത് എഴുതാം ബേസ് എഡ്ജ് ഓഫ് ഫസ്റ്റിന് പകരം സെക്കൻഡ് പിരിവ് എന്തായിരിക്കും? 1:2 അല്ലെ. ഇത് 1 ആണെങ്കിൽ ഇത് 2. അപ്പൊ ഇത് എ ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കും? 2 ഇരട്ടി 2a. ശരിയല്ലേ? 1:2. അപ്പൊ എ ആണെങ്കിൽ 2a ഇരട്ടിയായിരിക്കും ഇതിന്റെ ബേസ് എഡ്ജ് രണ്ടാമത്തേതിന്റെ. ഇനി നമുക്ക് എന്താ ഹൈറ്റിന്റെ റേഷ്യോ ഒന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം ഹൈറ്റ് ഓഫ് ഫസ്റ്റ് പിരമിഡിന്റെ ഹൈറ്റ് നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ അതിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. എന്താണ് റേഷ്യോ? 1:3. ഇതാണ് റേഷ്യോ അല്ലെ. അപ്പൊ ആദ്യത്തേതിന് നമ്മൾ h എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതിന് എന്ത് കൊടുക്കണം? 3 ഇരട്ടിയാണ് അല്ലെ, 3h എന്ന് കൊടുക്കണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കി ഇവിടെ എഴുതാം ഹൈറ്റ് ഓഫ് സെക്കൻഡ് പിരമിഡ് എന്ത് വരും? 1:3 അല്ലേ. അപ്പൊ 3h 3h. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കിയ എയും കിട്ടി, രണ്ടിന്റെയും എച്ചും കിട്ടി അല്ലെ. ഇനി നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? വോളിയം ഓഫ് ഫസ്റ്റ് പിരമിഡിന്റെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് എഴുതാം വോളിയം ഓഫ് ഫസ്റ്റ് പിരമിഡ്. ആദ്യത്തെ പിരമിഡിന്റെ വോളിയം എത്രയാണ് തന്നിട്ടുള്ളത്? 180 അല്ലെ. 180 ക്യൂബിക് സെന്റിമീറ്റർ. ഇവിടെ നോക്കിയാൽ വോളിയം ഓഫ് ഫസ്റ്റ് പിരമിഡ് അല്ലെ, ആദ്യത്തെ പിരമിഡിന്റെ വോളിയം ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? 1/3 × a²h അല്ലെ. ഇതാണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ എ എന്ന് പറയുന്നത് ആദ്യത്തെ പിരമിഡിന്റെ എ എന്ന് പറയുന്നത് എ തന്നെയാണ് അല്ലെ. ബേസ് എഡ്ജ് എ തന്നെയാണ്. എച്ച് എന്ന് പറഞ്ഞാലോ രണ്ടാമത്തെ പിരമിഡിന്റെ എച്ച് തന്നെയാണ് അല്ലെ. ഇവിടെ മാറ്റൊന്നുമില്ല. അപ്പൊ നമുക്ക് 1/3 a²h എത്രയാണ്? 180 എന്ന് നമ്മൾ എഴുതി അല്ലെ. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? രണ്ടാമത്തെ പിരമിഡിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ നമുക്ക് വോളിയം ഓഫ് സെക്കൻഡ് പിരമിഡ്. ഓക്കെ. ഇക്വേഷൻ നമുക്കറിയാം 1/3 a² അല്ലെ. ഇനി രണ്ടാമത്തെ പിരമിഡിന്റെ എ എന്താണെന്ന് നോക്കിയാൽ ബേസ് എഡ്ജ്, രണ്ടാമത്തെ പിരമിഡിന്റെ ബേസ് എഡ്ജ് 2a ആണ് അല്ലെ. ബേസ് എഡ്ജ് ഓഫ് സെക്കൻഡ് പിരമിഡ് 2a. 1:2 ആയിരുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് 2a. അപ്പൊ നമുക്കിവിടെ എന്ത് കൊടുക്കേണ്ടി വരും? 1/3 × a² പകരം 2a അല്ലെ. അപ്പൊ a² ആകുമ്പോൾ 2a² ഇൻറ്റു എച്ചിന് പകരം നോക്കിയാൽ സെക്കൻഡ് അല്ലെ. സെക്കൻഡ് പിരമിഡിന്റെ എച്ച് എത്രയാണ്? ഇവിടെ 3h ആണ് അല്ലെ. അപ്പൊ നമുക്കിവിടെ 3h. ഓക്കെ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പിരമിഡിന്റെ വോളിയം അല്ലെ. നമുക്ക് നോക്കിയാൽ ഇവിടെ ഒന്നാമത്തെ പിരമിഡിന്റെ വോളിയം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വേണം നമുക്ക് രണ്ടാമത്തെ പിരമിഡിന്റെ വോളിയം കണ്ടുപിടിക്കാൻ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും നോക്കിയാൽ 1/3 ഇൻറ്റു സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 2ന്റെ സ്ക്വയർ 4, a-ന്റെ സ്ക്വയർ a². ഓക്കെ ആണല്ലോ. ഇൻറ്റു 3h. അതായത് നമുക്കിവിടെ എങ്ങനെ എഴുതാം? 1/3 ഇൻറ്റു അല്ലെ നോക്കിയാൽ 4 × 3 12 a²h. ഓക്കെ. അപ്പൊ നമുക്ക് സെക്കൻഡ് പിരമിഡിന്റെ വോളിയം കിട്ടി 1/3 ഇൻറ്റു 12 a² × h അല്ലെ. ഫസ്റ്റ് പിരമിഡ് നമുക്ക് ഇതിൽ നിന്ന് വേണം ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നിന്ന് വേണം നമുക്ക് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ നോക്കിയേ ആദ്യത്തെ പിരമിഡിന്റെ വോളിയം 1/3 a² ആണ്. സെക്കൻഡ് പിരമിഡിന്റെ വോളിയം 1/3 ഇൻറ്റു 12 ഇൻറ്റു a² ആണ് അല്ലെ. അപ്പോൾ ഒരു 12 കൂടുതലായിട്ട് കിടക്കുന്നുണ്ട്
അല്ലേ? അതായത് നമുക്ക് ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 1/3 ഇൻറ്റു 1/3 A² H ഇൻറ്റു 12 അല്ലേ? 12 ഞാൻ അതിൻ്റെ സ്ഥലം ഒന്ന് നീക്കി എഴുതി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം നോക്കിയാൽ 1/3 A² H ഇൻറ്റു 12 അല്ലേ? ഇവിടെ നോക്കിയാൽ 1/3 A² H നമുക്ക് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 180 ആണ്. കണ്ട? അപ്പോൾ 1/3 A² H 180 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 1/3 A² H പകരം എന്ത് കൊടുക്കാം? 180 എഴുതാം. അപ്പോൾ 1/3 A² H പകരം നമ്മൾ എത്ര എഴുതി? 180 അല്ലേ? അപ്പോൾ 180 ഇൻറ്റു 12 അല്ലേ? ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2160. അത്രയും ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ 18 സെൻറ്റിമീറ്റർ അല്ലേ? ഒരു സ്ക്വയർ പിരമിഡിന്റെ എല്ലാ വക്കുകളുടെയും നീളം എത്ര വെച്ചാണ്? 18 സെൻറ്റിമീറ്റർ വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? അതിന്റെ വോളിയം എത്രയാണ് അല്ലേ? അതവിടെ നോക്കിയാൽ എല്ലാ വക്കുകളുടെയും അല്ലെ, എല്ലാ വക്കുകളുടെയും നീളം എത്രയാണ്? 18 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? അപ്പൊ എത്ര വക്കലുണ്ട്? നമുക്കറിയാം പാദവക്കും ഉണ്ട്, പാർശ്വവക്കും ഉണ്ട് അല്ലേ? അല്ലെ, ബേസിന്റെ എഡ്ജും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലാറ്ററൽ എഡ്ജും ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എ 18 അല്ലെ? അത് അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ എല്ലാ വക്കുകളും തുല്യല്ലേ? പിന്നെ ഒരു വക്ക് ഏതാണ്? ഇ, പാർശ്വവക്ക് അല്ലെ? പാർശ്വവക്ക് ഇയും 18. അപ്പൊ ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഇതിന്റെ വോളിയം എത്രയായിരിക്കും അല്ലെ? അപ്പോൾ ഉടനടി നമുക്ക് നോക്കിയാൽ വോളിയത്തിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. എന്താണ് വോളിയം? 1/3 ഇൻറ്റു A² അല്ലെ? ഇവിടെ സ്ക്വയർ പിരമിഡ് ആണ്, അതുകൊണ്ട് A² H. അപ്പൊ ഇവിടെ നമുക്ക് എ അറിയാം, H വേണം. H തന്നിട്ടില്ല, പകരം എന്താണ് തന്നിട്ടുള്ളത്? ഇ ആണ് തന്നിട്ടുള്ളത് അല്ലെ? അപ്പൊ നമുക്കിവിടെ H അറിയില്ല, H നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഉടനടി ഇങ്ങോട്ട് നോക്കാം അല്ലെ? എന്താണ് അറിയാം? നമുക്ക് എ അറിയാം, ഇ അറിയാം, H കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിയേ, ഇ ആണിത് അല്ലെ? ഇ അറിയാം, എ അറിയാം, A/2 അല്ലെ? ഇത് രണ്ടും അറിയാം. കണ്ടുപിടിക്കേണ്ടത് H ആണ്. അപ്പൊ ആദ്യം എന്ത് നമ്മൾ കണ്ടുപിടിക്കണം? ആദ്യം നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് L കണ്ടുപിടിക്കുക. ഇത് പിന്നെ നമ്മൾ L കിട്ടിക്കഴിഞ്ഞാൽ H കണ്ടുപിടിക്കാം. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതേ രൂപത്തിൽ വേറെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? L കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ L² ഈസ് ഈക്വൽ ടു, അതല്ലെങ്കിൽ നമുക്ക് L കണ്ടുപിടിക്കാം, നേരിട്ട് കണ്ടുപിടിക്കാം അല്ലെ? എല്ലാകുമ്പോൾ എന്ത് വരും? റൂട്ട് കൊടുക്കുക അല്ലെ? അല്ലെങ്കിൽ L² ഈസ് ഈക്വൽ ടു E² മൈനസ് A/2 ഹോൾ സ്ക്വയർ. അപ്പൊ L മാത്രമാണെങ്കിൽ റൂട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? E² മൈനസ് A/2 ഹോൾ സ്ക്വയർ. എന്ത് വരും? റൂട്ട് E² അല്ലേ? ഈ എത്രയാണ്? 18. അപ്പോൾ 18ന്റെ സ്ക്വയർ മൈനസ് A/2, 18ന്റെ പകുതി 9 സ്ക്വയർ അല്ലേ? അപ്പൊ എത്ര കിട്ടും? റൂട്ട് 18ന്റെ സ്ക്വയർ എത്രയാണെന്ന് ഒന്ന് ഗുണിച്ചു നോക്കിയാൽ അറിയാത്തവര്. 324 അല്ലേ? അപ്പൊ 324 മൈനസ് 9ന്റെ സ്ക്വയർ 81. അപ്പൊ നമുക്ക് എത്ര കിട്ടും? റൂട്ട് 3 4 അല്ലെ? 2 അല്ലെ? 2. അപ്പൊ 243 നമുക്കറിയാം, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? പൂർണ്ണവർഗമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ ചെയ്യാറുള്ള പണിയെടുക്കാം. 243 അല്ലെ? ആദ്യം നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 പറ്റുമോ? പറ്റില്ല. ഇനി 3 പറ്റുമോ നോക്കിയാൽ 4ഉം 2ഉം 6, 6ഉം 3 9 അല്ലെ? 9 കിട്ടി. അതുകൊണ്ട് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 3. ഇനി 24 3 എത്രയാണ്? 3 24 അല്ലെ? 8 പ്രാവശ്യം. 8 × 3 24. ഓക്കെ. ഇനി 3ൽ എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം. അപ്പം 81 കിട്ടി. ഇനി വീണ്ടും നമുക്ക് ഇതിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? എത്ര പ്രാവശ്യം കിട്ടും? 2 × 3 6. ബാക്കി ഇവിടെ 2 ഉണ്ട്. അപ്പം 21, 21ൽ 7 3 21 7. വീണ്ടും നമുക്ക് ഇതിന് 3 കൊണ്ട് പറ്റും. 9 × 3 27. വീണ്ടും നമുക്ക് ഇതിന് 3 കൊണ്ട് പറ്റും. 3 × 3 9 അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? റൂട്ട് 3 × 3 × 3 × 3 × 3 അല്ലേ? 5 3. അപ്പൊ അതിൽ നിന്ന് ഒരു ജോഡിയിൽ നിന്ന് ഒരു 3 പുറത്തായി, അടുത്ത ജോഡിയിൽ നിന്ന് ഒരു 3 പുറത്തായി, ബാക്കി ഒരു 3 അത് റൂട്ട് അല്ലേ? നമുക്ക് എത്ര കിട്ടി? 9√3. ഇതാണ് എല്ലിന്റെ വില. എല്ലിന്റെ അളവ് നമുക്ക് കിട്ടി അല്ലേ? 9√3 അത്രയും സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് H കണ്ടുപിടിക്കണം അല്ലേ? ഇതിൽ നിന്ന് H കണ്ടുപിടിക്കാം. അതായത് H = എന്ത് വരും? H = റൂട്ട്, ഇവിടെ നോക്കിയാൽ H L² മൈനസ് A/2 ഹോൾ സ്ക്വയർ അല്ലേ? L² മൈനസ് A/2 ഹോൾ സ്ക്വയർ = റൂട്ട് L നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ്? 9√3 അല്ലേ? അപ്പൊ L² അപ്പൊ 9√3ന്റെ ഹോൾ സ്ക്വയർ മൈനസ് A/2 അല്ലെ? A18 അപ്പൊ 9 സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കിയാൽ? റൂട്ട് അല്ലെ? റൂട്ട് 9ന്റെ സ്ക്വയർ എത്രയാണ്? 9 × 9 81.
ഇൻറ്റു റൂട്ട് 3ന്റെ സ്ക്വയർ എത്രയാണ് 3 അല്ലേ 3 മൈനസ് 9ന്റെ സ്ക്വയർ 81. അപ്പൊ എത്ര കിട്ടും? റൂട്ട് 51 × 3 3 24 243 കിട്ടി മൈനസ് 51. അപ്പൊ എത്ര കിട്ടി? മൈനസ് ചെയ്യുമ്പോൾ റൂട്ട് 2 6 1 അല്ലേ. അപ്പൊ റൂട്ട് 162 അല്ലേ. അപ്പൊ നമുക്ക് വീണ്ടും ചെയ്യാം. 162നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 8 1 അല്ലേ 81 കിട്ടി. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 3 കൊണ്ട് ചെയ്യാം അല്ലേ. 3 × 2 20 അല്ലേ. എത്ര പ്രാവശ്യം പോകും? 8ൽ 2 പ്രാവശ്യം, ബാക്കി 21ൽ 7 3 21. ഇനി വീണ്ടും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 9 × 3 27 അല്ലേ. വീണ്ടും നമുക്ക് 3 കൊണ്ട് ചെയ്യാം 3. അപ്പൊ നമുക്കിവിടെ എച്ച് എത്ര കിട്ടി? എച്ച് ഈസിക്കട്ട് അല്ലേ. ഓരോ ജോഡിയിൽ നിന്ന് ഓരോരുത്തർ എടുക്കുക. അപ്പൊ എന്ത് വരും? 2 3 ന്ന് 1 3, ഈ 2 3 ന്ന് 1 3 അല്ലേ. ബാക്കി ഒരു 2 റൂട്ടിൻ്റെ ഉള്ളിൽ വിടും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 3 × 3 × റൂട്ട് 2 അല്ലേ. അതായത് 3 × 3 9 റൂട്ട് 2. അപ്പൊ നമുക്ക് എച്ച് കിട്ടി. പിന്നെ എന്ത് കിട്ടി? എ നമുക്ക് നേരത്തോടെ അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് വോളിയം കണ്ടുപിടിക്കാലോ. വോളിയം = 1/3 × എ സ്ക്വയർ. എയുടെ 18, 18 സ്ക്വയർ × എച്ച് 9 റൂട്ട് 2. അപ്പൊ എന്ത് വരും? നമുക്ക് നോക്കിയാൽ ഇവിടെ 3 ഉണ്ട്, ഇവിടെ 9 ഉണ്ട് അല്ലേ. 9ൽ എത്ര 3 ഉണ്ട്? 3 3. അപ്പൊ ഇനി നോക്കിയാൽ ഇനി 18ന്റെ സ്ക്വയർ 324 × 3 റൂട്ട് 2. അപ്പൊ നമുക്ക് 324നെ 3 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 × 4 12, ബാക്കി 1 അല്ലേ. 3 2 6 1 7, 3 × 3 9. അപ്പൊ 972 റൂട്ട് 2 അത്രയും ക്യൂബിക് സെന്റിമീറ്റർ. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇനി നമുക്കിതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.